നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഉള്ളൊരു പ്രധാന ഒരു പ്രശ്നമാണ് ഒരു ആണും ഒരു പെണ്ണും എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടെയുള്ള നാട്ടുകാർക്കും അതേപോലെ തന്നെ കണ്ടു നിൽക്കുന്ന ആൾക്കാർക്കും ഒരു സുഖമില്ല. അതിൻ്റെ ഇടയിൽ കയറി ചൊറിയാണ്ട് ഒരു ആണും പെണ്ണും കൂടെ ഒരുമിച്ചിരുന്ന അപ്പം അവിടെ ഒരു ബേബി ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് ഇവരെല്ലാം റിയാക്ട് ചെയ്യുക. എന്നിട്ട് ഈ മാന്യന്മാരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ വാർത്തയിൽ കൂടെ ഓരോ വാർത്തയായിട്ട് വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഇങ്ങനത്തെ ഒരു അവസ്ഥ കാരണം നമ്മുടെ കേരളത്തിൽ മാത്രമല്ല പലയിടത്തും ഇതുണ്ട്. ഈ ആണിനെ പെണ്ണിനോട് സംസാരിക്കാനോ നോക്കാനോ ഒരുമിച്ചിരിക്കാനോ ഒന്നും സമ്മതിക്കാത്ത ഒരു അവസ്ഥ. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം കൊണ്ട് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ ഇവർക്ക് എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രോച്ച് ചെയ്യുക, അതായത് ഒരു സംസാരം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈവൻ സെക്സിൽ പോലും എങ്ങനെ അവരുടെ അടുത്ത് അപ്രോച്ച് ചെയ്യണമെന്നും സംസാരിക്കണമെന്നും സമയം ചെലവഴിക്കണം എന്നൊന്നും ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ ഇതേപോലത്തെ ഒരു പ്രധാന പ്രശ്നമാണ് എനിക്കും. എൻ്റെ വീട്ടിലൊക്കെ പണ്ട് കോളേജിൽ വന്ന സമയത്ത് ഒരു പെണ്ണുമായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ട അപ്പം കുറെ നാട്ടുകാർ തെണ്ടികളും റിലേറ്റീവ്സും ഒക്കെ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ അമ്മയ്ക്ക് അയച്ചു കൊടുക്കും. അമ്മയാണെങ്കിൽ പിന്നെ എന്നെ രാത്രി വീഡിയോ കോൾ പോലും വിളിക്കാതെ, എന്നെ കാണാതെ അമ്മ കിടക്കാറില്ല. അല്ലെങ്കിൽ എന്നെ വിളിച്ചുകൊണ്ടിരിക്കും ഞാൻ വീഡിയോ കോൾ എടുത്തില്ലെങ്കിൽ. ഒരു സമയത്ത് എൻ്റെ വീട് മൊത്തം പ്രശ്നമായിരുന്നു. എന്നിട്ട് ഞാൻ തളർന്നില്ല ഗൈസ്. ഞാൻ ഫ്രണ്ട്സായിട്ട് കാണുന്നവരെ എൻ്റെ സ്റ്റോറി ഇടുന്നത് കൊണ്ട് ഞാൻ ചെയ്ത ഒരു ഉദ്ദേശ ശുദ്ധി കൊണ്ട് ഞാൻ ഇപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. സോ നിങ്ങൾ അങ്ങനെ ആയിരിക്കുക. ആവശ്യമുള്ള കാര്യങ്ങൾക്കൊക്കെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കണമെന്നേ ഞാൻ പറയുള്ളൂ. കാരണം അവർ വേറെ രീതി ചിന്തിക്കുന്നത് കൊണ്ടാണ് അവർ നമ്മുടെ അടുത്ത് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വന്ന ഒരാളാണ് ഞാൻ. ആദ്യമായിട്ട് ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു പെണ്ണ് ഫോൺ വിളിക്കുമായിരുന്നു. അപ്പോൾ ജസ്റ്റ് കാര്യങ്ങളൊക്കെ സംസാരിക്കാനും ആ സമയത്ത് ഒരു എക്സ്പ്ലോറേഷൻ ആണല്ലോ. വിളിച്ച സമയത്ത് എൻ്റെ അപ്പൻ ഇത് കേട്ടോണ്ട് വന്നിട്ട് ആ ഫോണൊക്കെ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. അമ്മാതിരി സീനാണ് ഗൈസ് വീട്ടില്. സോ ഇങ്ങനെ നടന്നുകൊണ്ട് തന്നെ ഞാൻ അധികം പെമ്പിളരുമായിട്ട് ഇടപഴകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങനെ അവരടുത്ത് അപ്രോച്ച് ചെയ്യണമെന്നും സംസാരിക്കണമെന്നും അറിയില്ല. അപ്പോൾ ഞാൻ ഈ വീട് വിട്ട് ബാംഗ്ലൂർ വന്നു. കോളേജിൽ വന്നപ്പോഴത്തേക്കും ഞാൻ ആദ്യമായിട്ട് ഒരു യുവതിയെ കണ്ടു. സോ ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങളുടെ പേഴ്സണൽ ടൈം എടുത്ത സമയത്ത് എന്തൊക്കെ, അതായത് ഒരു ഡേറ്റ് പോലെ, നമ്മുടെ ഇപ്പം മോഡേൺ ഭാഷയിൽ ഇംഗ്ലീഷിൽ പറഞ്ഞ ഡേറ്റിംഗ്, ആ ഒരു സമയത്ത് എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായത്, ഞാൻ എങ്ങനെയായിരുന്നു ആ പെൺകുട്ടിയെടുത്ത് ഇടപെട്ടപ്പോഴത്തേക്കും എൻ്റെ മാനസികാവസ്ഥ എങ്ങനെയായിരുന്നു, എന്തൊക്കെയായിരുന്നു എൻ്റെ കൺഫ്യൂഷൻസ്. പിന്നെ ഞാൻ അത് ആലോചിച്ച് എനിക്ക് എന്നെ ക്രിഞ്ച് അടിച്ചപ്പോഴത്തേക്കും അറിഞ്ഞൊരു സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് മാത്രമല്ല ഈ സമൂഹത്തിലുള്ള പലർക്കും, എൻ്റെ പ്രായത്തിലുള്ളവർക്ക് ഒരു യുവതിയെടുത്ത് നമ്മൾ അല്ലെങ്കിൽ ഒരു ഗേളിൻ്റെ അടുത്ത് സംസാരിക്കാൻ നമ്മൾ എങ്ങനെ സംസാരിക്കണം, എങ്ങനെ അപ്രോച്ച് ചെയ്യണം, എങ്ങനെ ആ ഒരു കോൺവെർസേഷൻ ബിൽഡ് ചെയ്ത് അവരുടെ അടുത്ത് ഇടപെടാനുള്ള ഒരു ചാൻസ് ഉണ്ടാക്കണം, അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് തീർത്തു തരാൻ ഞാൻ ഇതിനെപ്പറ്റി ഒരു ഡീപ്പ് സ്റ്റഡി നടത്തിയിട്ട് എന്തൊക്കെയാണ് സൊല്യൂഷൻസ് അവസാനമായിട്ടൊരു ബോണസ് പോയിന്റ് ഞാൻ പറയുന്നതായിരിക്കും. ഈ വീഡിയോ മൊത്തം കാണുന്നവർക്ക് ആ പോയിന്റ് കിട്ടും. നമ്മുടെ ലൈഫിൽ ഏറ്റവും ആവശ്യമുള്ള ഒരു ഘടകമാണ് ഗൈസ് ഈ പെൺകുട്ടികൾ അല്ലെങ്കിൽ ഗേൾസ് അല്ലെങ്കിൽ വുമൺ എന്ന് പറയുന്നത്. ഈ ആൾക്കാർ പറയുമ്പോൾ മൊട്ട സിംഗിൾ അങ്ങനത്തെ പരിപാടികളൊക്കെ മണ്ടന്മാരെന്ന് ഞാൻ പറയുള്ളൂ. നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥവും ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ഈ പെൺകുട്ടികൾ തന്നെ വേണം. സോ ദ പ്രോബ്ലംസ് ഐ ഫേസ്ഡ് ഓൺ മൈ ഫസ്റ്റ് ഡേറ്റ്, അതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. സോ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയതായിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവും. നിങ്ങൾ ആ സിറ്റുവേഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് തുടങ്ങാം. ഹേ ഹലോ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് ജിറിൻ AR ആൻഡ് യു ആർ വാച്ചിങ് അപ്സ്ട്രീം ക്രിയേഷൻസ്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എൻ്റെ ഫസ്റ്റ് ഡേറ്റിൽ ഞാൻ അനുഭവിച്ചൊരു പ്രധാന പ്രശ്നമാണ് എങ്ങനെ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യും. എങ്ങനെ ഒരു കാര്യം, ഇപ്പം നിന്റെ പേരെന്തോന്ന്, നീ എന്ത് ചെയ്യുന്നു, എവിടെയാ വീട്, ഇതൊരുമാതിരി ഒരു ഇന്റർവ്യൂ ടൈപ്പാണ്. അതിപ്പോൾ പലരും അങ്ങനെയാ ചെയ്യുന്നത്. എങ്ങനെയാ സംസാരിക്കണം എന്ന് അറിയാത്തതുകൊണ്ട് ഈ ഒരു രീതിയിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഇതന്നെ ഞാൻ അതിനേക്കാൾ വല്ല കമ്പനി ജോലിക്ക് ഇന്റർവ്യൂവിന് പോയാൽ ബെറ്റർ ആയിരിക്കും എന്നുള്ള രീതിയിൽ ആ പെൺകുട്ടിക്ക് തോന്നാം, അല്ലെങ്കിൽ ആ പയ്യന് തോന്നാം. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ ആ ഒരു കോൺവെർസേഷൻ ബിൽഡ് ചെയ്യണമെന്ന് അറിയില്ല, അഥവാ ബിൽഡ് ആയാലും എങ്ങനെ അത് കൊണ്ടുപോകണമെന്ന് അറിയില്ല. അങ്ങനെ ഒരു കൺഫ്യൂഷൻ നിങ്ങളുടെ ഫസ്റ്റ് ഡേറ്റിൽ നിങ്ങൾക്ക് ഉണ്ടായേക്കാം. സോ അതിനൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടായിരിക്കില്ല ഒരു പെണ്ണിനെ ഡേറ്റ് ചെയ്യുക. സോ ആ സമയത്ത് നിങ്ങൾ പോണതിന് മുമ്പേ ആ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ആ പയ്യന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഇപ്പൊ ജിം ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ അതിനെപ്പറ്റിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. നിന്റെ ഫേവറേറ്റ് വർക്കൗട്ട് ഏതാണ്, നീ എത്ര കിലോ വരെ ബെഞ്ച് പ്രസ് ചെയ്യും, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുക. ഇങ്ങനെ ഇപ്പൊ പെൺകുട്ടിയാണെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഫേവറേറ്റ് ആക്ട്രസ്, ഇതിനെപ്പറ്റി ഫേവറേറ്റ് മൂവി, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളെ മനസ്സിൽ നമ്മൾ ചോദിക്കാനായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഒരു കാര്യം നമ്മൾ അങ്ങനെ ചോദിച്ച് തുടങ്ങുക. പിന്നെ നമുക്ക് ഇത് ബിൽഡ് ചെയ്ത് പോകേണ്ടതെന്ന് പറഞ്ഞാൽ അവർ ആ സമയത്ത് നൽകുന്ന റിപ്ലൈ, നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് അവർ എന്ത് ആൻസറാണോ പറയുന്നത് അതിൽ പിടിച്ച് നൈസായിട്ട് കയറുക. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. പിന്നെ പെൺകുട്ടികളെ പറ്റി സംബന്ധിച്ചോളം അവർ ഏറ്റവും കൂടുതൽ വാ തുറക്കുന്നതെന്ന് പറയുമ്പോൾ അവരെ വീട്ടുകാരെ പറ്റി ചോദിക്കുമ്പോഴാണ്. വീട്ടുകാരെ പറ്റി ചോദിക്കുമ്പോഴും വീട്ടിൽ അവർക്കുണ്ടായ പ്രശ്നങ്ങൾ, അവർ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നൈസായിട്ട് ചോദിച്ചു വരുമ്പോഴത്തേക്കും അവർ പിന്നെ വാ തുറന്നാൽ പിന്നെ നിർത്തൂല ഗൈസ്. അപ്പൊ നിങ്ങൾ അങ്ങനെ നൈസായിട്ട് ക്ലച്ച് പിടിച്ച് കോൺവെർസേഷൻ ബിൽഡ് ചെയ്ത് പോകാൻ നോക്കുക.
പിന്നെ അടുത്തൊരു കാര്യമാണ്, നമ്മളിപ്പോൾ സംസാരിച്ച് തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ഫീൽ ഉണ്ടാവും, ഓഫ് ഇത് കുറെ നേരം ആയല്ലോ നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയിട്ട്, ബോറടിക്കുന്നു. അപ്പൊ എന്തെങ്കിലും ഇപ്പൊ അവർക്കാരും നമുക്കാരും നമുക്ക് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി വേണം. ഇപ്പൊ ഫുഡ് ഓക്കെ, ഫുഡ് ആയിരുന്നാലും പെട്ടെന്ന് അത് തീർന്നു പോകുമല്ലോ. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കുറച്ച് ആക്ടിവിറ്റീസും കൂടെ നമ്മൾ പ്ലാൻ ചെയ്യണം. ഇപ്പം നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു സ്ഥലത്ത് പാർക്ക് ഉണ്ടെന്ന് വെച്ചോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം അവിടെ ഉണ്ട്. സോ ഇപ്പം നൈറ്റാണ്, ഒരു വാക്കിന് പോവാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാണാനുള്ള പരിപാടി, ഇപ്പം മൂവി ആയിരുന്നാലും ഓക്കെയാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി മനസ്സിൽ നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുക. അത് അവർക്ക് ഇഷ്ടമാണോ എന്ന് കൂടെ ചോദിക്കണം. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചാൽ നമുക്ക് ഇത് ചെയ്താലോ അത് ചെയ്താലോ എന്ന് പറഞ്ഞ് മറ്റേ ആളെ പാർട്ട്ണറിനെ ഫോഴ്സ് ചെയ്യാൻ പാടില്ല. സോ ഇങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കൂടെ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇടയിൽ ഒരു വെറൈറ്റി, എന്തെങ്കിലും പ്രാവുകളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ പ്രാവിന് ഫീഡ് ചെയ്യാൻ ഫുഡ് കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയും കൂടെ നിങ്ങളുടെ ഈ ഒരു ഡേറ്റിംഗ് സ്കെഡ്യൂളിൽ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. പിന്നെ ഉണ്ടാകുന്ന ഒരു പ്രധാന കാര്യമാണ് ഈ ഉള്ളം കൈയും ഉള്ളം കാലും ഒക്കെ വിയർക്കാൻ തുടങ്ങും. പ്രത്യേകിച്ച് പെമ്പിള്ളരെ സംബന്ധിച്ച് ഇത് ഭയങ്കര കൂടുതലാണ്. നമ്മുടെ ഓപ്പോസിറ്റ് സെക്സിലുള്ള ഒരു പാർട്ട്ണറെ കാണുമ്പോഴത്തേക്കും അവരുടെ എങ്ങനെ നമുക്ക് അപ്രോച്ച് ചെയ്യണമെന്ന് അറിയില്ല. നമ്മൾ ഓൾറെഡി പ്രീ ജഡ്ജ്മെന്റലായിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ടാവും. സോ ഇതവർക്ക് ഇഷ്ടപ്പെടുമോ, ഇതവർക്ക് ഇഷ്ടപ്പെടില്ലേ, എന്നെ ഇഷ്ടപ്പെടുമോ, എൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെടുമോ, എൻ്റെ വായിൽ നിന്ന് ബാഡ് ബ്രത്ത് വരുന്നുണ്ടോ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് കൺഫ്യൂഷൻ ആയിക്കൊണ്ടേയിരിക്കും. ഈ സമയത്ത് അവരുടെ ഉള്ളം കൈ വേർക്കാൻ തുടങ്ങും, ഉള്ളം കാല് വേർക്കാൻ തുടങ്ങും. അവർ ഫുൾ നെർവസ്നെസ് ആയിട്ട് ഓവർ തിങ്കിങ് ചെയ്യാൻ തുടങ്ങും. എന്നെ ഇഷ്ടപ്പെടുമോ എന്നുള്ള, എല്ലാ രീതിയിലും എന്നെ ഇഷ്ടപ്പെടുമോ എന്നുള്ളൊരു മാനസികാവസ്ഥയിലോട്ട് അവർ മാറാൻ തുടങ്ങും. സോ ഇതിന് നമുക്കൊരു സൊല്യൂഷൻ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, ഞാനായിട്ട് ഒരാൾക്ക് സംസാരിക്കുമ്പോൾ നമുക്ക് അവിടെ കൺഫ്യൂഷൻസ് ഉണ്ടാവുന്നില്ല. കാരണം നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളും നമ്മളെ ബിഹേവിയർ എന്താണോ നമ്മൾ അതാണ് പുറത്ത് കാണിക്കുന്നത്. ഇപ്പൊ ഞാനൊരു ഷാരൂഖ് ഖാന്റെ വൈബില് അഭിനയിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. നമ്മളല്ലാതെ മറ്റുള്ളവരെ ഷോ ഓഫ് ചെയ്യാൻ പോകുമ്പോഴാണ്. സോ അത് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾ എന്താണോ അത് നിങ്ങളുടെ പാർട്ട്ണറിനെ കാണിക്കുക. അത് നിങ്ങളുടെ ഫ്യൂച്ചറിനും ഗുണം ചെയ്യും. നിങ്ങൾ ഇന്ന് പറയുന്ന കാര്യങ്ങൾ സത്യമല്ല എന്നുണ്ടെങ്കിൽ അടുത്ത 2 ഡേറ്റിനുള്ളിൽ അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. നിങ്ങൾ തന്നെ പറഞ്ഞ കാര്യങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. ഇവൻ പണ്ടേ ഉടായിപ്പ എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ പാർട്ട്ണറിന് ഉണ്ടാവും. കൂടുതൽ അവരെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ നോക്കാതെ നിങ്ങളുടെ ഡാർക്ക് സൈഡ്, നിങ്ങളുടെ നെഗറ്റിവിറ്റിയും കൂടെ അറിഞ്ഞ് കൂടെ നിൽക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ ഡേറ്റ് ചെയ്യാൻ മതി. ഇല്ലെങ്കിൽ കളഞ്ഞിട്ട് വേറെ ആളെ നോക്കണം. ആ ഒരു ചിന്താഗതി നിങ്ങൾക്ക് എപ്പോഴും നല്ലതാണ്. പിന്നെ ആദ്യം നമുക്ക് സംസാരിച്ച് തുടങ്ങാനാണല്ലോ പാട്. പിന്നെ നമ്മൾ സംസാരിച്ച് തുടങ്ങി ഒരു കംഫേർട്ട് ആയിക്കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ പാർട്ട്ണർ ഇനി എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ളൊരു സംഭവം ആയിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു മെയിൻ പ്രോബ്ലമാണ് വൺ സൈഡ് കോൺവെർസേഷൻസ്. അതായത് ഞാനിപ്പോൾ എന്നെപ്പറ്റി മാത്രം, എൻ്റെ അപ്പൻ അതാണ്, എൻ്റെ അമ്മുമ്മ ഇതാണ്, ഞങ്ങൾ കുടുംബപരമായി ഇതാണ്, സംഭവമാണ്, വീട്ടിൽ ആനവാലുണ്ട്, ആനമോതിരം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് തള്ളി 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 എതിരെ നിൽക്കുന്ന ആൾക്കാർക്ക് നന്നായിട്ട് ബോറടിച്ചു തുടങ്ങും. ഇതാണ് വൺ സൈഡ് കോൺവെർസേഷൻ. നിങ്ങൾ ഡേറ്റിങ്ങിന് പോകുമ്പോഴത്തേക്കും നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് മനസ്സിലാക്കേണ്ട ഒരു സിറ്റുവേഷനാണ് അവിടെ കൊടുക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്യാതിരിക്കുക. നിങ്ങൾ എപ്പോഴും നമ്മുടെ പാർട്ട്ണറിന് എന്താണ്, ഇപ്പൊ ഞാൻ പറയാണ് എൻ്റെ വീട്ടിൽ ഇങ്ങനെയാണ്, നിന്റെ വീട്ടിൽ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കും അവരുടെയും കൂടെ ഒരു അഭിപ്രായം നിങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുക. സോ അങ്ങോട്ടും ബോത്ത് സൈഡിൽ ഒരു കോൺവെർസേഷൻ ബിൽഡ് ചെയ്യാനും നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാനും പറ്റും. ഏറ്റവും കംഫർട്ടബിൾ ആകുമ്പോഴത്തേക്കും വരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഇൻഅപ്രോപ്രിയേറ്റ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ സിനിമയെ അത് ഇത് കണ്ടിട്ട് നമ്മൾ പ്രീ ജഡ്ജ്മെന്റിലായിട്ട് നമ്മുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ കാണും. നമ്മൾ അത് വെച്ചിട്ട് ചെന്നിട്ട് ഒരു പെണ്ണിൻ്റെ അടുത്ത്, എനിക്കറിയാം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ ആദ്യമായിട്ട് ഒരു പെണ്ണിനെ ഡേറ്റ് ചെയ്യാൻ പോയപ്പോഴത്തേക്കും, ഇൻസ്റ്റാഗ്രാമിൽ ചാറ്റ് ചെയ്ത പരിചയമുള്ളൂ, ഡേറ്റ് ചെയ്യാൻ പോയപ്പോഴത്തേക്കും ഇവർ കൈയൊക്കെ ഇങ്ങനെ പിടിച്ച് കുറച്ച് നേരം ഇരുന്നു. എന്നിട്ട് അവൻ ഡയറക്റ്റ് ആയിട്ട് അവളുടെ ഫോർഹെഡിൽ ഒരു കിസ് കൊടുത്തു. അവിടെ തീർന്നു. ആ പെണ്ണ് പെട്ടെന്ന് നെർവസ് ആയി എണീറ്റ് പോയി. പെട്ടെന്ന് പെമ്പിള്ളയുടെ പെട്ടെന്നുള്ള റിഫ്ലക്സ് ആക്ഷൻ ആണ് ഒരു അടി. സോ ഇവനൊരു അടിയും കിട്ടി, അവൾ എണീറ്റ് പോവുകയും ചെയ്തു. സോ ഇങ്ങനത്തെ ഒരു പരിപാടി നിങ്ങൾ ആഗ്രഹം ചെയ്യാതിരിക്കുക. നിങ്ങൾ ഒരിക്കലും ഫസ്റ്റ് ഡേറ്റിലൊന്നും ഫിസിക്കലി അവരുടെ അടുത്ത് ഇൻറ്റിമേസി കാണിക്കരുത്. ഇനി അഥവാ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലെ ഒരു ഫീലിങ്സ് തോന്നുകയാണെങ്കിൽ അതിലോട്ട് കടക്കാം. പക്ഷെ ഒരിക്കലും നമ്മൾ എടുത്തു ചാടി ഒരുമാതിരി പെർവേർട്ടിനെ പോലെ നമ്മൾ ഒരിക്കലും ബിഹേവ് ചെയ്യരുത്. പിന്നെ വേറൊരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ നിന്ന് അഡ്വൈസ് വാങ്ങരുത്. നിങ്ങളൊരു പെണ്ണിനെ കണ്ട് അവയെ കാണാൻ പോകും, നിങ്ങൾ എന്താണോ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് ആ കാര്യങ്ങൾ വളരെ ജെന്യൂൻ ആയിട്ട് എടുത്ത് പറയാൻ ശ്രമിക്കുക. നിന്റെ ഫ്രണ്ട് പറഞ്ഞ് നീ ഇങ്ങനെ ചെയ്യണം, നീ അങ്ങനെ ചെയ്യണം, അത് നിങ്ങളെ മനസ്സിൽ വെച്ചിട്ട് ചെയ്ത് അവസാനം ഫുള്ള് കുളവായി പോകും. പിന്നെ ഇപ്പോൾ ഉള്ള ജനറേഷനിൽ കണ്ടുവരുന്ന ഒരു മെയിൻ പ്രശ്നമാണ് ആവശ്യമില്ലാത്ത മിസ്അണ്ടർസ്റ്റാൻഡിങ് ജഡ്ജ്മെന്റിലും. നിങ്ങൾ ആ ഒരു പെണ്ണിന്റെ സ്റ്റോറി കണ്ടെന്നും പറഞ്ഞ് ആ പെണ്ണ് ആ രീതിയിലുള്ള ആളായിരിക്കണമെന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു പെണ്ണിന്റെ സ്റ്റോറി കാണുവാണ്, അവള് ഇത്തിരി ഷോർട്ട് ഡ്രസ് ഒക്കെ ഇട്ട് നല്ല ഹോട്ടായിട്ടുള്ളൊരു പെൺകുട്ടി,
സ്റ്റോറീസ് എല്ലാം അങ്ങനെ ഭയങ്കര ഹോട്ടായിട്ടാണ് അവർ പോസ്റ്റ് ഒക്കെ ഇടുന്നത്. സോ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കുന്നത് അവൾ ഭയങ്കര സെക്സിന് വേണ്ടി ഭയങ്കര ഡെസ്പറേറ്റ് ആയിട്ടിരിക്കുന്ന ഒരു പെൺകുട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ അവൾക്ക് ഇങ്ങനെ ഇന്റിമേറ്റ് ആവുന്നതും ഡോമിനേറ്റ് ആയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് നമ്മുടെ മനസ്സിൽ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ഓഫ് കോഴ്സ് നമ്മൾ ഈ ഫസ്റ്റ് ഡേറ്റിൽ പോകുമ്പോഴത്തേക്കും നമ്മൾ ആ രീതിയിലായിരിക്കും ആ പെൺകുട്ടിയോട് ഇടപഴകുക. അത് അയാളുടെ സ്വഭാവത്തിനോടും ജീവിതത്തിനോടും യാതൊരു സാമ്യം കാണില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് മെയിനായിട്ട് ആൺകുട്ടികളോടാണ്. നിങ്ങൾക്കൊരു പെണ്ണിൻ്റെ അടുത്ത് എന്ത് ചെയ്യണം എന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് തന്നെ ചോദിക്കുക. റിലേഷൻഷിപ്പിൽ ആദ്യം വേണ്ടത് കമ്മ്യൂണിക്കേഷൻ. എന്ത് കാര്യം ചെയ്താലും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റ് ആണോ, ഇത് ശരിയാണോ, നിന്റെ അഭിപ്രായം എന്താണ് എന്നുള്ളൊരു ചോദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുക. ഒരിക്കലും മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ സ്വന്തമായിട്ട് ഡിസിഷൻ എടുത്ത് അവർക്ക് വേണ്ടിയും കൂടെ ചെയ്യാനുള്ള ആവശ്യമില്ല. ഫുഡ് ഓർഡർ ചെയ്യാനായിരുന്നാലും ഞാൻ ഓർഡർ ചെയ്യുന്ന ഫുഡ് നിനക്ക് ഇഷ്ടമായിട്ടുള്ള കാര്യമാണോ, ഇപ്പൊ അവർക്ക് ഫുഡ് കഴിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ റെസ്പെക്ട് ചെയ്യുക. നിങ്ങൾ നിർബന്ധിച്ച് നീ തിന്നിട്ട് പോയാൽ മതി എന്നുള്ള രീതി കാണിക്കരുത്. സോ ഇത്രയൊക്കെയാണ് പ്രധാന കാര്യങ്ങൾ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റിൽ മെൻഷൻ ചെയ്യുക, അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾ തന്നെ പറയുക. സോ ഞാൻ പറഞ്ഞിരുന്നു ഇത് നിങ്ങൾ ഇത്രയും നല്ല വൃത്തിക്ക് കേൾക്കുവാണെങ്കിൽ ഞാൻ ഒരു ബോണസ് ടിപ്പ് കൂടെ പറയുമെന്ന്. ഇനി ഞാൻ പറയാൻ വന്ന ബോണസ് ടിപ്പാണ്, നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ലവ് അല്ലെങ്കിൽ റൊമാൻസ് അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ എന്നൊക്കെ പറയുന്നത് ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. അതായത് നമ്മുടെ ജീവിതമായി ഒരിക്കലും അത് മാറരുത്. ഒരു വലിയൊരു ചൊല്ലുണ്ട്, നിങ്ങൾ ജനിക്കുമ്പം ആരും അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മിസ്റ്റേക്ക് അല്ല. പക്ഷെ നിങ്ങൾ മരിക്കുമ്പോൾ ആരും അറിയാതെ നിങ്ങൾ മരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മിസ്റ്റേക്ക് ആണ്. ഇത് എല്ലാവർക്കും ഉള്ള കാര്യമല്ല. നിങ്ങൾക്ക് ജീവിക്കണം, നിങ്ങൾക്ക് എന്തെങ്കിലും നേടണം, നിങ്ങൾക്ക് ഒരുപാട് ഗോൾസ് ഉണ്ട്. എന്നെപ്പോലെ ഒരുപാട് ഗോൾസ് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരാളാണെങ്കിൽ, വലിയ കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഇതിന്റെ പിറകെ ഇത് നിങ്ങളുടെ ജീവിതമാക്കി ഒരു പെണ്ണിനെ പ്രേമിച്ച് 18-19 വയസ്സാകുമ്പോൾ തന്നെ കെട്ടുക, നിങ്ങളുടെ ലോകം അതിനകത്ത് ചുരുക്കുക, ഒരിക്കലും അത് ചെയ്യരുത്. നിങ്ങളുടെ സമയവും നിങ്ങളുടെ മാനസിക ഭാരവും, നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലായുള്ള ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ആ സമയത്ത് വേറൊരാളുടെ ഇമോഷൻസും കൂടെ നിങ്ങൾ ഒരിക്കലും പിടിച്ചെടുത്ത് വയ്ക്കരുത്. നിങ്ങൾക്കത് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാതെയാവും. അവസാനം ഒരു സമയത്ത് നിങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, എനിക്ക് നിൻ്റെ അടുത്ത് ഫീലിങ്സ് ഇല്ല, എനിക്ക് ഡിവോഴ്സ് വേണം, നമുക്ക് സ്പ്ലിറ്റ് ആവാം. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരു സെറ്റിൽഡ്, അതായത് നിങ്ങൾക്ക് പൈസയെ പറ്റിയോ യാതൊരു കാര്യങ്ങളെ പറ്റിയോ വെറി ചെയ്യാനില്ല. നിങ്ങൾക്കൊരു ആളുടെ ഇമോഷനും കൂടെ, ഒരാളെ കൂടെ നോക്കാൻ പറ്റും, ഒരാളെ കൂടെ കെയർ ചെയ്യാൻ പറ്റും എന്നുള്ള അവസരപരം മാത്രം ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഡേറ്റിംഗ്, അതേപോലെ തന്നെ സീരിയസ് ഡേറ്റിംഗ്, അതേപോലെ തന്നെ കല്യാണം എന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. അല്ലാതെ പക്ഷം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഓരോ കുട്ടികളെ, പെൺകുട്ടികളായിരുന്നാലും ആൺകുട്ടികളെ കാണുന്നു, എക്സ്പ്ലോർ ചെയ്യുന്നു, സംസാരിക്കുന്നു. ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയോടോ സംസാരിച്ചെന്ന് വെച്ചോ അല്ലെങ്കിൽ അവരോട് ഒരുമിച്ച് ഇരുന്നെന്ന് വെച്ചോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് നമ്മുടെ സമൂഹത്തിന്റെ വളരെ വൃത്തികെട്ട ഒരു മുഖംമൂടിയാണ്. നമ്മളായിട്ട് തന്നെ അത് വലിച്ചൂരി കളയേണ്ട ആവശ്യമുണ്ട്. സോ ഇത്രയൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് ഞാൻ പറയുന്ന എന്തെങ്കിലും യോജിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലൊക്കെ താഴെ കമന്റ് ചെയ്യുക. പിന്നെ താഴെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ അതിൽ മെസ്സേജ് അയക്കാം, എന്നെ ഫോളോ ചെയ്യുക. സോ ഞാൻ എപ്പോഴും പറയും പോലെ ആരും സംസാരിക്കാത്ത, എല്ലാവരും സംസാരിക്കാൻ മടിക്കുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഇത് മാക്സിമം ഷെയർ ചെയ്ത് ആൾക്കാരിൽ ഈ ഒരു ബോധവൽക്കരണം നടത്തുക. സോ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കിട്ടാൻ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടാനായിട്ട് ആ ബെല്ലൈക്കൺ കൂടെ ടിങ് ടിങ് അടിക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.